ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എലൈൻ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് മെയിനായിട്ടും എടുത്തിട്ടുള്ളത്. 2 ഷെയ്ഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു പാറ്റേണിൽ സ്ലീവും ഷോൾഡറും ഒരുമിച്ചാണ് വരുന്നത്. ആ ഒരു ഭാഗത്ത് കൊടുക്കാനാണ് ഞാൻ ഈ ഒരു ഡാർക്ക് കളറുള്ള മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് കൊടുക്കാനായിട്ട് നെറ്റിൻ്റെ ഫാബ്രിക് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ലൈനിങ് ക്ലോത്തും കൂടെ എടുത്തിട്ടുണ്ട്. യോക്ക് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പേപ്പറിലാണ് കേട്ടോ പാറ്റേൺ ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. യോക്ക് പീസിൻ്റെ ലെങ്ത് ഞാനൊരു 11.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. എക്സ്ട്രാ ഉണ്ടെങ്കിൽ പിന്നീട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഒരു 6 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇനി അവിടുന്ന് താഴത്തേക്ക് കൈക്കുഴിയുടെ ഭാഗത്തായിട്ടും ഒരു 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് താഴത്തേക്ക് ഇതേപോലെ എൽ ഷേപ്പിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ചെസ്റ്റിൻ്റെ അളവ് എനിക്ക് വേണ്ടത് 7.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ട് 9.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൈക്കുഴി നന്നായിട്ടൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണം ഞാനൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സാധാരണ കുട്ടികളുടെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ലൂസിങ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഫ്രോക്കിന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വള്ളിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഞാൻ ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ അതിൽ കാണിച്ചിട്ടില്ല, പിന്നീടാണ് കേട്ടോ ഞാനത് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ വീതി ഞാനൊരു 2.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. നീളം 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ നെക്കിന് നീളവും വീതിയും കൊടുക്കുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ചെറിയ ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി നെക്കിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഒരു 2.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ സാധാരണ നെക്ക് ഒരു വി ഷേപ്പിനൊക്കെ വരയ്ക്കില്ലേ, അതേപോലെ വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയൊരു കർവി ഷേപ്പിലുള്ള വി ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കൈക്കുഴിയുടെ ഭാഗത്തു നിന്നായിട്ട് ഞാനൊരു 2.5 ഇഞ്ചും കൂടെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗത്തുനിന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടേക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. നെക്കിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ കൈക്കുഴിയുടെ ഭാഗത്തുനിന്നും 2.5 ഇഞ്ചിലാണ് ഞാനിവിടെ നീളം മാർക്ക് ചെയ്ത് വരച്ചു കൊടുത്തത്. ഇനി നെക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആം ഹോളിൻ്റെ ആ ഒരു മാർക്ക് ചെയ്ത പകുതിയും കൂടെ ചേർത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തായിട്ടാണ് നമുക്ക് ഫ്രിൽസ് വെച്ചിട്ടുള്ള സ്ട്രാപ്പ് വരുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പീസിലും നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കിൻ്റെ നീളം ഞാനൊരു 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. വീതി 2.5 ഇഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നീളത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഫ്രണ്ട് നെക്കിൽ ചെയ്തതുപോലെ തന്നെ നീളവും വീതിയും മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഏത് നെക്കാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഡീപ്പായിട്ടുള്ളൊരു യു നെക്കും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്തുനിന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേ അളവ് തന്നെ ആം ഹോളിൻ്റെ ഭാഗത്തുനിന്നും 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈനായിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുകൂടെ ചേർത്തിട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണേ. നെക്കിൻ്റെ നീളവും വീതിയൊക്കെ നിങ്ങൾ സാധാരണ എത്രയാണോ എടുക്കുന്നത് അത് തന്നെ മാർക്ക് ചെയ്താൽ മതിയേ. അപ്പോൾ അത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതേപോലെ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്ക് ലൈനിങ് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ ലൈനിങ് ക്ലോത്ത് ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ടിട്ട് പിൻ വെച്ച് സെക്യൂർ ചെയ്തേക്കുവാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു പേപ്പറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന പാറ്റേൺ ഇതേപോലെ ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഇവിടെ തുണി വളരെ കുറവായതുകൊണ്ടാണ് ഞാനൊരു എലൈൻ പാറ്റേണിൽ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് മെറ്റീരിയൽ ഉള്ളതിനനുസരിച്ചിട്ട് അംബ്രല്ല ഫ്രോക്കായിട്ടോ അല്ലെങ്കിൽ പ്ലീറ്റഡ് ആയിട്ടുള്ള ഫ്രോക്കായിട്ടോ ഒക്കെ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ മെറ്റീരിയൽ മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്തും ഒക്കെ 2 മീറ്റർ തികച്ച് എൻ്റെ കയ്യിലില്ല. നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ഒരു 2.25 മീറ്ററെങ്കിലും എടുക്കണം കേട്ടോ. അപ്പോൾ യോക്ക് പീസ് കട്ട് ചെയ്തിട്ട് ബാലൻസ് വന്ന തുണി സ്കേർട്ടിന് വേണ്ടിയിട്ട് ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ടേക്കുവാണേ. ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള ലെങ്ത് ഇപ്പം എനിക്കിവിടെ 26 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പം ഞാനത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുവാണേ. നിങ്ങൾക്ക് എത്രയാണോ ടോട്ടലായിട്ടുള്ള ഫ്രോക്കിൻ്റെ ലെങ്ത് വേണ്ടത് അതിൽ നിന്നും ആ ഒരു യോക്ക് പീസ് മൈനസ് ചെയ്തിട്ട് എടുക്കുക. ഇനി പാറ്റേൺ പേപ്പർ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് താഴത്തേക്ക് ഇതേപോലെ എലൈനായിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ എലൈൻ പാറ്റേണിൽ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെ മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ ലെങ്ത് എടുക്കുമ്പോഴത്തേക്കും ലൈനിങ് ക്ലോത്തിനേക്കാളും ഒരു 2 ഇഞ്ചെങ്കിലും കൂടുതലായിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ ബോഡി പാർട്ട് വന്നപ്പോഴത്തേക്കും യോക്ക് പീസ് മാത്രമേ നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. മെയിൻ ഫാബ്രിക് എൻ്റെ കയ്യിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയർ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്.
ഇനി ദാ ഈ ഒരു മെറ്റീരിയലിൽ നിന്നാണ് ഞാനിവിടെ ഫ്രിൽസ് വെച്ചിട്ടുള്ള സ്ട്രാപ്പ് ചെയ്തെടുക്കുന്നത്. ഇത്രയും മെറ്റീരിയൽ നമുക്ക് വേണ്ട, വളരെ കുറച്ച് മാത്രം മതിയാകും. ഈ ഒരു തുണി ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി ഇട്ടേക്കുവാണേ. ഇതിൻ്റെ ഏകദേശം ഒരു നീളം വരുന്നത് 23-24 ഇഞ്ചോളം ആണ്. അപ്പോൾ നീളം നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ആ ഒരു ഭാഗത്ത് നമുക്ക് ഫ്രിൽസ് വരുന്നതുകൊണ്ട് ചുരുങ്ങിക്കോളും. വീതി ഞാൻ എടുക്കുന്നത് 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് ടോട്ടൽ 7 ഇഞ്ചായിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് സ്ട്രാപ്പ് പോലെ രണ്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു 7 ഇഞ്ച് എങ്ങനെ വന്നെന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യമേ തന്നെ നെക്കിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്നും പേപ്പറിൽ കട്ട് ചെയ്തപ്പോൾ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടല്ലേ കട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു 2.5 ഇഞ്ച് നമുക്ക് ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും വരുമ്പോഴത്തേക്കും 5 ഇഞ്ചാവും. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ എടുത്തിട്ട് 6 ഇഞ്ചാണ് വേണ്ടത്. പക്ഷെ ഞാനിവിടെ എക്സ്ട്രാ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 7 ഇഞ്ചായിട്ട് എടുത്തതേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വ്യത്യാസം മറ്റോ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലീറ്റ്സിൻ്റെ വിഡ്ത്ത് കുറച്ചങ്ങ് കട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് ഇതേപോലെ ഫ്രണ്ട് സൈഡിലേക്കും ബാക്ക് സൈഡിലേക്കും ഫ്രിൽസ് ഇടുന്നതിന് വേണ്ടിയിട്ട് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇനി ഈ കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ ഈ ഒരു 7 ഇഞ്ച് വീതി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ രണ്ട് സൈഡും നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ ഒരു ലെങ്തിൽ വരുന്ന ഭാഗത്താണ് നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതേപോലെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ത്രെഡ് ഒന്ന് വലിച്ചാണ് പ്ലീറ്റ്സ് ഇട്ടെടുത്തത്. പക്ഷേ എനിക്കത് അത്ര കറക്റ്റായിട്ട് വന്നില്ല. നമ്മൾ നെറ്റ് ഫാബ്രിക്കിൽ ചെയ്യുന്നത് പോലെയുള്ള ആ ഒരു ഫ്രിൽസ് ഈ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും സൂചി നൂലും വെച്ചിട്ട് നീളത്തിനൊരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ത്രെഡ് വലിച്ചെടുത്തു കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ രണ്ട് തുണിയും ഇതേപോലെ ഒന്ന് ഫ്രിൽസ് ഇട്ട് വെച്ചേക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് ക്ലോത്ത് എടുക്കാം. അപ്പോൾ മെയിൻ ക്ലോത്ത് ഞാൻ ആ ഒരു ഷേപ്പിന് കട്ട് ചെയ്തിട്ടില്ല. ആ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ തുണി എടുത്തേക്കുവാണ്. ഇവിടെയും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഈ ഒരു മെറ്റീരിയൽ കയ്യിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ തുണിയുടെ നല്ല വശം ഇതേപോലെ ലൈനിങ് ക്ലോത്തായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഷോൾഡർ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയായിട്ടാണ് ഇതേപോലെ ഫ്രിൽസ് ഇട്ട തുണി വെച്ച് കൊടുക്കുന്നത്. ഇവിടെ സ്റ്റിച്ച് ചെയ്യണതിന് മുന്നേ തന്നെ നമുക്കത് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഫ്രിൽസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു സ്ട്രാപ്പ്, അത് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്ട്രാപ്പിൻ്റെ ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം ഇതേപോലെ ഒന്ന് പിൻ വെച്ച് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്നും, അതായത് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗത്തുനിന്നും കൈക്കുഴി ജോയിൻ ചെയ്യാനുമായിട്ട് തയ്യൽ തുമ്പ് ഒരു 4 ഇഞ്ചെങ്കിലും കൊടുത്തേക്കണേ. ഞാനിപ്പോൾ ഇവിടെ സൂചി നൂലും വെച്ചിട്ടാണ് ഈ ഒരു ഫ്രിൽസ് ഇട്ടിട്ട് എടുത്തിട്ടുള്ളത്. അതാണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ ഇതേപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു സ്ട്രാപ്പ് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് പിൻ വെച്ച് കറക്റ്റായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ഇതിപ്പോൾ ഫ്രണ്ട് സൈഡിലേക്കുള്ള സ്ട്രാപ്പാണ് ഞാനിവിടെ ജോയിൻ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്ത് കാണുന്നില്ലേ, അത് നമ്മൾ ഫ്രിൽസ് ഇട്ടിട്ട് ബാക്ക് സൈഡുമായിട്ടാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതേപോലെ കട്ടി കുറഞ്ഞ തുണി, അതായത് ജോർജറ്റിൻ്റെ മെറ്റീരിയലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ എക്സ്ട്രാ ഒരു ലൈനിങ് ക്ലോത്തും കൂടെ വെച്ചിട്ട് നിങ്ങൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രാപ്പിൻ്റെ തയ്യൽ തുമ്പ് ഫ്രണ്ട് സൈഡിലേക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്കിവിടെ മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇത്രയും പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തു നിന്നായിട്ട് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും മാത്രം ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് മുകൾ ഭാഗത്ത് വരിക. അപ്പോൾ മുകൾ ഭാഗത്തായിട്ടാണ് നമ്മൾ ആ ഒരു സ്ട്രാപ്പിൻ്റെ പീസ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് നെക്കും അതുപോലെ തന്നെ അടുത്ത സൈഡും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേയായിട്ട് ഇതേപോലെ പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തയ്യൽ തുമ്പ് 4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ ഒക്കെ സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് തയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഫ്രണ്ട് പീസാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സാധാരണ നെക്കിലും ആം ഹോളിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ എക്സ്ട്രാ വന്ന പീസസ് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. നെക്കിലും അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ഭാഗത്തുമൊക്കെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ നല്ല വശം പുറമേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം മെയിൻ ക്ലോത്തിൽ ഇതേപോലെ മിച്ചം തുണി ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശം പുറമേക്ക് ഇടുമ്പോഴത്തേക്കും ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്രണ്ട് പീസ് മാത്രമേ ആയിട്ടുള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് സ്ട്രാപ്പിൻ്റെ അടുത്ത എൻഡിലായിട്ട് ബാക്ക് പാനലിൻ്റെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും വയ്ക്കാം. അതിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു സ്ട്രാപ്പിൻ്റെ എൻഡ് വെച്ച് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യണ കാണിക്കുന്നില്ല, നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് കാണിച്ചിട്ടില്ല. ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നെക്കൊക്കെ പതിച്ചടിച്ചെടുക്കില്ലേ, അതേപോലെ തന്നെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ആം ഹോളൊക്കെ ഒന്ന് പതിച്ചടിച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇത് ഏലൈനായിട്ടാണല്ലോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ മെയിൻ ക്ലോത്തിൻ്റെ ചീത്തവശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സ്കേർട്ട് പീസ്. ഇനി അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു യോക്ക് പീസിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്കേർട്ടും യോക്ക് പീസും ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു ഫ്രോക്കിൻ്റെ ലുക്ക് ഇതാണ്. ഫുള്ളി പ്ലെയിൻ ആയിട്ടുള്ളൊരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സ്ലീവിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ചെറിയ ബാൻഡ് പോലെ ചെയ്ത് യോക്ക് പീസിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വള്ളിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറിൻ്റെ ഭാഗത്ത് ഫ്രിൽസ് ഇട്ട് കൊടുത്ത തുണി ജോർജറ്റാണ്. അപ്പോൾ അതിന് പകരമായിട്ട് നെറ്റിൻ്റെ ഫാബ്രിക് എടുക്കുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.